ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നോടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് എല്ലാവിടെയും ആക്കിയിട്ടുണ്ട്, നന്നായി പിടിച്ചിട്ടുണ്ട്. ഒരു ദോശ ബാറ്ററില്ലേ, അതിൻ്റെ ഒരു പരുവം മതിയാവും. ഇതാ ഒന്ന് കലക്കിയിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ഓൺ ചെയ്ത് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയെ. ഇതതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഞാൻ കട്ട കായം കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ലേശം ഒഴിച്ചു കൊടുക്കാം. ലേശം മതിയാവേ. ഇതാ ചെറിയ വലിയ ഉള്ളി കുഞ്ഞു കുഞ്ഞേതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതാ ലേശം ചെറിയ ജീരകം ഇട്ട് കൊടുക്കണേ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ദോശത്തവ അടുപ്പിട്ട് വെച്ചു, ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ഇത് ഒഴിച്ചു കൊടുക്കാം. ദോശ തിരിച്ചും മറിച്ചൊന്നിട്ട് കൊടുത്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ചുട്ടെടുത്ത് രണ്ട് തിന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അതിനൊരു ചമ്മന്തി റെഡിയാക്കാനായിട്ട് കുറച്ച് നിറയെ മല്ലിയില വേണേ. ഇതാ കുറച്ച് ഒരു 2-3 ചെറിയുള്ളി കട്ട് ചെയ്ത് കുറച്ച് മതിയാവും. ഇതാ ഒരു തക്കാളി, ലേശം മുളക് പൊടി, ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ലേശം ഓയിൽ, കടുക്, ലേശം കറിവേപ്പില. ഇത് അരച്ചൊന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്ത് ഇതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയും ദോശയും റെഡി ആയിട്ടുണ്ട്.